OTT പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി കേരളം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതൊരു ബദൽ പദ്ധതിയായിട്ട് ഞങ്ങൾ രാജ്യത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റമാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണം നടക്കുന്നു. കൊച്ചിയിലെ ഒരു ഷൂട്ടിംഗ് സെന്ററിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. തിയേറ്ററുകൾ ഇപ്പൊ തന്നെ ഏതാണ്ട് 6 തിയേറ്ററുകളുടെ നിർമ്മാണം നടന്നു വരികയാണ്. എല്ലാം കൂടി ഒരു 25ഓളം സ്ക്രീനുകൾ ഗവൺമെന്റ് കീഴിൽ തന്നെ KSFDCയുടെ നിയന്ത്രണത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അക്കാദമിയും KSFDCയും ചേർന്നുള്ള ഒട്ടേറെ പുതിയ നൂതനമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. സിനിമാ രംഗത്തേക്ക് ഒരു പ്രത്യേക നയം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കോൺക്ലേവ് അതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോവുകയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് കൂടുതൽ പ്രയോജനകരമായി മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ മറ്റ് സിനിമകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നത് ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു പ്ലാറ്റ്ഫോം സർക്കാരിന്റെ സംവിധാനത്തിൽ വേണമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ 2 വർഷത്തെ ശ്രമകരമായ പരിശ്രമത്തിന്റെ ഒരു പരിസമാപ്തിയാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഇത് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മളെടുക്കുന്ന സിനിമ, ആ സിനിമ ഈ പ്ലാറ്റ്ഫോമിൽ കാണണമെങ്കിൽ 75 റുപ്യ ഇപ്പം നമ്മളിപ്പം അടയ്ക്കുന്ന ഒരാൾക്ക് ഈ പ്ലാറ്റ്ഫോമിലെത്തി അവർക്കിത് കാണാൻ പറ്റും. വളരെ മികവാർന്ന രീതിയിലാണ് ഇത് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് നമുക്കിത് വീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രിവ്യൂ നമ്മളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ ഇത് ചില നിർദ്ദേശങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി ഇനിയും സമ്പൂർണ്ണതയിലെത്താനുണ്ട്. എന്തായാലും ഏറ്റവും വേഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പ്ലാറ്റ്ഫോം ഇനാഗ്രേറ്റ് ചെയ്യും. ഈ OTT പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സിനിമയ്ക്കകത്തുള്ള ഈ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെ എതിരാണ്. OTT റിലീസിംഗ് കൂടുന്നു, തിയേറ്റർ കിട്ടുന്നില്ല എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിനിടയ്ക്കാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾ വരുന്നത്. അതെ, നമ്മളിപ്പോ ഈ സി സ്പേസ് എന്നാണ് ഇതിന്റെ പേര്. കൾച്ചർ, അതുപോലെ തന്നെ സിനിമ. ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്തിക്കുന്ന അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. പുതിയതായി എടുക്കുന്ന ഒരു പടം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ എത്തുകയാണെങ്കിലും അതിന് സമയം നിശ്ചയിച്ചിട്ട് മാത്രമേ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരത്തുള്ളൂ. എന്നാൽ സിനിമാ രംഗത്ത് നിർമ്മിക്കുന്ന ഒട്ടേറെ സിനിമകൾ വെളിച്ചം കാണാതെ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം മെഗാസ്റ്റാറുകളുടെ സിനിമയ്ക്കായിരിക്കും കൂടുതൽ സാന്നിധ്യം തിയേറ്ററുകളിൽ വരുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് അതായിരിക്കും താല്പര്യം. എന്നാൽ നല്ല സിനിമകൾ പലതും നിർമ്മിച്ച് വെളിച്ചം കാണാതെ പോകുമ്പോൾ അത്തരം സിനിമകളെ സഹായിക്കുക, അതുവഴി ഒരു വെൽഫെയർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നൽകുക, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും കാരണവശാൽ ഒരു സിനിമ നിർമ്മിക്കുന്നത് ആ നിർമ്മാണത്തിന്റെ ഘട്ടം കഴിഞ്ഞ് ഉടനെ പ്ലാറ്റ്ഫോമിലിട്ട് ഏതെങ്കിലും തരത്തിൽ സിനിമ രംഗത്തുള്ളവർക്ക് ദോഷം വരുന്ന അല്ലെങ്കിൽ തിയേറ്ററുകാർക്ക് നഷ്ടം വരുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല. ഇത് വളരെ പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു OTT പ്ലാറ്റ്ഫോം രാജ്യത്ത് ആദ്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നാടിന് സമർപ്പിക്കും. അതിന്റെ ഒരു പ്രിവ്യൂ ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കണ്ടത്.